ടേക്ക് ഓഫ് ഓവർസീസ് ജോബ് കൺസൾട്ടൻസി തട്ടിപ്പിലെ മുഖ്യപ്രതിയായ കാർത്തിക പ്രദീപ് പണം നഷ്ടമായ ഉദ്യോഗാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖകൾ പുറത്ത്. പണം കൈപ്പറ്റി 90 ദിവസത്തിനുള്ളിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പറഞ്ഞ കാലയളവിൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകാൻ കാർത്തികയ്ക്കായില്ല. എന്നാൽ പണം തിരികെ ആവശ്യപ്പെട്ട് കാർത്തികയെ ബന്ധപ്പെട്ടവർക്ക് ഭീഷണിയാണ് നേരിടേണ്ടി വന്നത്. സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ തന്റെ കയ്യിലാണെന്നും ഈ രേഖകൾ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി ഹാജരാക്കി ഉദ്യോഗാർത്ഥികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമെന്നും കാർത്തിക ഭീഷണിപ്പെടുത്തി. അങ്ങനെ വന്നാൽ ഇനി ഒരിക്കലും വിദേശത്തേക്ക് പോകാൻ കഴിയില്ലെന്നും പ്രതി പറഞ്ഞിരുന്നതായി തട്ടിപ്പിനിരയായവർ പറയുന്നു. ഇതിനിടെയാണ് കാർത്തിയുടെ വെല്ലുവിളിയുടെ ശബ്ദ സന്ദേശം പുറത്തു വരുന്നത്. അതെ, ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ താൻ കൂടുന്നുണ്ടോ? ആയോ, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് താൻ നിക്കരുത് കേട്ടോ. ഇത്രയും നാളെ ഞാൻ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മെക്കട്ടോട്ട് ആവശ്യമില്ലാത്ത വന്നുണ്ടല്ലോ. ഏതവനാണെങ്കിലും പറയാനുള്ളതിന് കാര്യം അറിയാവുന്ന എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് നിക്കരുത്. തന്റെ ഒന്നും കാശ് ഞാൻ വാങ്ങിച്ചിട്ടല്ലോ ജീവിക്കുന്നത്. എന്തറിഞ്ഞിട്ടാണ് താനക്ക് വർത്താനം പറയാൻ നിൽക്കുന്നത്? എന്റെ ഹസ്ബൻഡിന്റെ അനിയൻ മരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, പ്രതികരിക്കാണ്ട് ഇരിക്കുന്നത് എന്താണെന്നറിയോ? പിന്നെ 90 ദിവസത്തെ എഗ്രിമെന്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നിയമപരമായിട്ട് നീങ്ങിയിട്ടുമുണ്ട്. അതെ, പറ്റിച്ച് ജീവിക്കാം. എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? മേലാൽ ഇങ്ങനെ വർത്താനം കൊണ്ട് എന്റെ മെസ്സേജ് കാണാൻ അടിക്കാമെങ്കിലുണ്ടല്ലോ. അതെ, പറ്റിച്ച് ജീവിക്കുകയാണ്. എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയൂ. അതെന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീയൊക്കെ എന്തിനാണ് നിന്ന് തരുന്നത്? മേലാൽ ഇങ്ങനെയുള്ള വർത്തമാനവുമായി മെസ്സേജ് അയച്ചേക്കരുത്. ഇങ്ങനെ നിരവധി സന്ദേശങ്ങളും കോൾ റെക്കോർഡുകളുമാണ് തട്ടിപ്പിനിരയായ ഉദ്യോഗാർത്ഥികളുടെ പക്കലുള്ളത്. അതെ, ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തേ, താൻ കൂടുന്നുണ്ടോ? വായോ, ഞാൻ സ്ഥലം പറഞ്ഞു തരാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇത്രയും നാൾ ഞാൻ പ്രതികരിച്ചില്ലെന്ന് വെച്ച് എൻ്റെ മേൽക്ക് കയറിക്കൊണ്ട് വരരുത്. വന്നാലുണ്ടല്ലോ, ഏതവനായാലും പറയാനുള്ളത് ഞാൻ മുഖത്തടിച്ച് തന്നെ പറയും. ഇത് മറ്റൊരു ശബ്ദ സന്ദേശമായിരുന്നു. പണവും സ്വാധീനവും ഉള്ളതിനാൽ തന്നെ ആർക്കും തൊടാനാവില്ല എന്ന അഹങ്കാരം കൂടിയായിരുന്നു ഈ വെല്ലുവിളികൾക്ക് വ്യക്തമായത്. പക്ഷേ കാർത്തിക പോലീസിന്റെ പിടിയിലായി. 1 മാസത്തിലേറെയായി കാർത്തിക ഒളിവിലായിരുന്നു. ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ്. പല ജില്ലകളിൽ നിന്നും നിരവധി ഉദ്യോഗാർത്ഥികളാണ് കാർത്തികയുടെ മോഹന വാഗ്ദാനത്തിൽ വീണത്. കോഴിക്കോട് നിന്നാണ് കാർത്തിക പിടിയിലായത്. പത്തനംതിട്ട സ്വദേശിയാണ് കാർത്തിക. പല സ്റ്റേഷനുകളിൽ കാർത്തികയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ തങ്ങളെ പ്രതി ഭീഷണിപ്പെടുത്തിയതായും തട്ടിപ്പിനിരയായവർ പരാതിപ്പെടുന്നു. സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ടേക്ക് ഓഫിനെതിരെ പരാതികളുണ്ട്. ലക്ഷങ്ങളാണ് ഓരോ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നത്. 2022 കാർത്തികെതിരെ സമാനമായ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡോക്ടറാണെന്നാണ് കാർത്തിക് പറയുന്നത്. പോലീസിനോടും ഇതേ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. യുക്രൈനിൽ നിന്നും MBBS എടുത്തുവെന്നാണ് പറയുന്നത്. 2 ആശുപത്രികളിൽ ജോലി ചെയ്തിരുന്നെന്നും പറയുന്നുണ്ട്. എന്നാൽ യുക്രൈനിൽ നിന്നും കാർത്തിക് പഠനം പൂർത്തിയാക്കിയിട്ടില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കാർത്തികയുടെ MBBS പോലീസ് അന്വേഷണം വിധേയമാക്കും. വ്യാജമാണ് ഡോക്ടർ അവകാശവാദമെന്ന് തെളിഞ്ഞാൽ കൂടുതൽ വകുപ്പുകളും കേസുകളും വരും. ഇപ്പോഴത്തെ തട്ടിപ്പ് കേസിനേക്കാൾ ഗൗരവമുള്ള കുറ്റകൃത്യമായി ഇത് മാറും. കാർത്തികെതിരെ നിലവിൽ 7 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും കൊച്ചി സെൻട്രൽ SHO അനീഷ് ജോൺ വ്യക്തമാക്കി. 3 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം വരെയാണ് ജോലി വാഗ്ദാനം ചെയ്ത് കാർത്തിക് ഉദ്യോഗാർത്ഥികളിൽ നിന്നും കൈക്കലാക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതലാണ് യുവതി തട്ടിപ്പ് ആരംഭിച്ചത്. ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻസ് എന്ന ജോബ് കൺസൾട്ടൻസി ഏജൻസിയുടെ പേരിലായിരുന്നു തട്ടിപ്പ്. പരാതിക്കാരിയായ തൃശൂർ സ്വദേശിയിൽ നിന്നും ഓൺലൈനായും അല്ലാതെയും 5.23 ലക്ഷം രൂപ കൈക്കലാക്കിയതായും പോലീസ് അറിയിക്കുന്നു. അർമേനിയയിൽ പ്രവർത്തിച്ചു വരുന്ന ബിഗ് വിങ്സ് എന്ന എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ പാർട്ണർ ആണെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയ കേസിലായിരുന്നു ഫറോക്ക് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. നിരവധി പേരാണ് അന്ന് തട്ടിപ്പിനിരയായത്. വെറും 7 ദിവസം കൊണ്ട് ജോലി തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. കാർത്തിക പ്രദീപിന്റെ ഡോക്ടർ ബിരുദവും സംശയത്തിന് നിഴലിലാണ്. യുക്രൈനിൽ നിന്ന് കാർത്തിക ഡോക്ടർ ബിരുദം നേടിയെന്നാണ് വാദം. എന്നാൽ കാർത്തിക പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെ മറ്റൊരു മലയാളി വിദ്യാർത്ഥിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ കേസിൽ കുടുങ്ങിയതോടെ കാർത്തികയ്ക്ക് പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ മടങ്ങേണ്ടി വന്നുവെന്നാണ് സൂചന. യുക്രൈനിൽ നിന്നായിരുന്നു കേസ്. മലയാളി അസോസിയേഷൻ അടക്കം ഇതിൽ ഇടപെട്ടിരുന്നു. ശേഷം നാട്ടിലെത്തിയ കാർത്തിക തട്ടിപ്പുകൾ തുടരുകയായിരുന്നു. യുക്രൈനിൽ നിന്നും നാട്ടിലെത്തി തിരിച്ചെത്തിയ ശേഷം മലയാളത്തിലെ പ്രമുഖമായ സീരിയലിലെ നടിയുടെ സഹോദരനുമായി വിവാഹം വരെ നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഇത് പിന്നീട് മുടങ്ങി. കാർത്തിക ഇയാളിൽ നിന്നും പണം തട്ടിയതായാണ് സൂചന. തനിക്കെതിരെ കേസെടുത്തതെന്നറിഞ്ഞ് കാർത്തിക കൊച്ചിയിലെ ഓഫീസ് പൂട്ടി കോഴിക്കോടേക്ക് മുങ്ങി. കോഴിക്കോട് ഒളിവിലിരിക്കെയാണ് അറസ്റ്റ്. പത്തനംതിട്ട സ്വദേശിയായ കാർത്തിക തൃശൂരിലാണ് താമസിച്ചിരുന്നത്. യുക്രൈനിൽ ഡോക്ടറായ യുവതി യുക്രൈൻ, ജർമ്മനി, UK തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് പണം തട്ടിയതായി വിവരം. രേഖകളും പണവും കൈപ്പറ്റിയ ശേഷവും ജോലി ലഭിക്കാതായതോടെയാണ് തൃശൂർ സ്വദേശിനി പോലീസിൽ പരാതി നൽകിയത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.